ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മളുടെ അടുത്തൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു സ്കിൻ കെയർ ആണ്, ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ വീഡിയോസ് ലൈക്ക് ചെയ്യാനും വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ കാണാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് സ്കിന്നിന് നല്ലൊരു റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കിൻ്റെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ട് ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, മീൻസ് ഒരു ഫേസ് പാക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട്. അത് നല്ല രീതിയിൽ റിസൾട്ട് തരുന്ന ഒരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം ഇന്ന് അതിന് കുറച്ച് ചേഞ്ച് വരുത്തിയിട്ടുണ്ട്. നമുക്കതിൻ്റെ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഒന്ന് യൂസ് ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. കുറച്ചധികം ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്ത് നോക്കുക, മീൻസ് അടുപ്പിച്ചല്ല, ആഴ്ചയിൽ ഒരു തവണ അല്ലെങ്കിൽ ഒരു 2 തവണ മാത്രം കേട്ടോ. അന്നേരം നമ്മുടെ സ്കിന്നിന് വരുന്ന ചേഞ്ച് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ഡെഡ് സ്കിന്നൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യും. അതായത് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ നല്ല രീതിയിലൊന്ന് റിമൂവ് ആയി, അതുമാത്രമല്ല സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവാനും ചെറിയ ചെറിയ ഡാർക്ക് മാർക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ലൈറ്റൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും. അതോടൊപ്പം തന്നെ സ്കിന്നിന് നല്ലൊരു ചേഞ്ച് ഉണ്ടാവും. ചേഞ്ച് മീൻസ് ചെറിയൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ട് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നൊരു ഇൻഗ്രീഡിയൻറ്റ് വെച്ചിട്ടുള്ളൊരു ഫേസ് പാക്കാണ് കേട്ടോ. അപ്പം ഞാൻ എല്ലാ ഫേസ് പാക്കിലും തന്നെ പറയാറുണ്ട് സ്കിന്ന് ബ്രൈറ്റൻ ആവും, അതുപോലെ തന്നെ അല്ലെങ്കിൽ ലൈറ്റൻ ചെയ്യിപ്പിക്കാനുള്ള ഫേസ് പാക്കാണ് എന്നൊക്കെ. അപ്പോൾ നിങ്ങൾ ആരും അങ്ങനെ അത് പറയുന്നത് കേട്ടിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട. അതായത് പെട്ടെന്ന് ഒരു ഫേസ് പാക്ക് ഇടുന്നത് ഭയങ്കരമായിട്ട് ഇങ്ങനെ വെളുത്ത് തുടുക്കും അങ്ങനെയൊന്നും അല്ല കേട്ടോ പറയുന്നത്. നമുക്ക് ഓൾറെഡി ഉള്ള ഒരു കളർ ഉണ്ടല്ലോ, അത് നമുക്കൊരു ഷെയ്ഡും കൂടി ഒന്ന് കൂട്ടിയെടുക്കാൻ, അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിൽ ഓൾറെഡി സൂര്യപ്രകാശമൊക്കെ ഏറ്റ് അതുപോലെ ഒരു കരിവാളിപ്പൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് റിമൂവ് ചെയ്തിട്ട് നമ്മുടെ ഉള്ള ഷെയ്ഡ് ഒന്ന് ജസ്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് ഒന്ന് ഹെൽത്തി ആക്കി എടുക്കുന്നതിനാണ് കേട്ടോ ഈ ഒരു ബ്രൈറ്റനിങ് എഫക്റ്റ് അല്ലെങ്കിൽ ലൈറ്റനിങ് എന്നൊക്കെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഉള്ള സ്കിന്ന് നല്ല ഹെൽത്തി ആയിട്ട്, അതുപോലെ ബ്ലാക്ക് ഹെഡ്സ് ഒന്നും ഇല്ലാതെ, പിമ്പിൾസിൻ്റെ മാർക്കുകൾ കാര്യങ്ങളൊന്നും ഇല്ലാതെ, ടാൻ ഒന്നും ഇല്ലാതെ ഒന്ന് ഹെൽത്തി ആയിട്ട് ഇരിക്കുക, അത്രയും മാത്രമാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിക്കുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു ഫേസ് പാക്ക് നമ്മൾ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ടാൻ ഏറ്റിട്ടുണ്ടെങ്കിൽ, നമ്മളൊക്കെ വെയിലത്ത് പോകുന്ന ആളുകളാണല്ലോ, അപ്പോൾ അങ്ങനെയൊക്കെ എന്തെങ്കിലും ടാൻ ഏറ്റിട്ടുണ്ട്, അതും മുഖേന നമ്മുടെ ഫേസിനൊരു ഡൾനെസ് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ആയിട്ട് റിമൂവ് ചെയ്തിട്ട് നമുക്ക് ചെറിയൊരു കളർ ഉള്ളതുപോലെ നമുക്ക് ഫീൽ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുമാത്രമല്ല സ്കിന്ന് നന്നായിട്ട് സോഫ്റ്റ് ആവും, നന്നായിട്ട് മോയ്സ്ചറൈസ് ആയിട്ട് നല്ല പ്ലംപി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു വരൾച്ചയൊക്കെ ഫീൽ ചെയ്യുന്ന, ഇത്തിരി തണുപ്പൊക്കെ ഉള്ളൊരു ടൈമാണല്ലോ. അപ്പോൾ നമ്മളുടെ ആ ഒരു സ്കിന്നിങ്ങനെ വരിഞ്ഞു മുറുകിയൊന്നും ഇരിക്കാതെ ഡ്രൈനെസ് ഒക്കെ ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ ഇരിക്കാൻ വേണ്ടിയിട്ടും ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിൽ ഞാൻ യൂസ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസ് നിങ്ങൾക്ക് ചെറിയ എന്തെങ്കിലും അലർജിയോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നുണ്ട്, അല്ലെങ്കിൽ സ്കിന്നിന് സ്യൂട്ട് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് അതിൻ്റെ ആ ഒരു അളവൊന്ന് കുറയ്ക്കുക, ഇല്ലാന്നുണ്ടെങ്കിൽ അത് ഒന്ന് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് അപ്ലൈ ചെയ്യുക കേട്ടോ. കാരണം എൻ്റെ സ്കിൻ ടൈപ്പ് ആയിരിക്കില്ലല്ലോ നിങ്ങളുടെ, അപ്പം ഏതാണോ സ്യൂട്ട് ആവുന്നത് നമുക്ക് ഓൾറെഡി ഇപ്പോൾ അറിയാമല്ലോ, നമ്മുടെ ഒരു സ്കിന്നിൻ്റെ ടെക്സ്ചറും ആ ഒരു സ്യൂട്ട് ആവുന്ന കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. അത് വെച്ചിട്ട് നമ്മൾ ഫേസ് പാക്ക് തയ്യാറാക്കുക കേട്ടോ. ഭയങ്കര സിമ്പിളാണ്, നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് ചെയ്താൽ മതി. ആഴ്ചയിൽ ഒരു ദിവസം ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ. അപ്പോൾ നമ്മളുടെ ഫേസ് പാക്ക് തയ്യാറാക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ക്ലീൻ ആയിട്ടുള്ളൊരു പാത്രം എടുക്കുന്നുണ്ട് കേട്ടോ. അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഇട്ട് കൊടുക്കാം. ഇത് കുറുമ്പുല്ലിൻ്റെ പൗഡറാണ് കേട്ടോ, അതായത് റാഗി പൗഡർ എന്ന് പറയും. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത്. അത് നന്നായിട്ട് കഴുകി വാരി പൊടിച്ച് ഒരു ഫൈൻ പൗഡറാക്കി ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഒരു സ്പൂണോളം ക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കുന്നത് തേനാണ് കേട്ടോ. തേൻ നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ആവാനും അതുപോലെ നന്നായിട്ട് മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ്. തൈര് അറിയാലോ, ടാൻ മാറാൻ വേണ്ടിയിട്ട് നല്ലതാണ്, അതുപോലെ ഡ്രൈനെസ് മാറ്റാൻ വേണ്ടിയിട്ട് നല്ലതാണ്. അപ്പോൾ സ്കിന്നിന് നല്ലൊരു ബ്രൈറ്റനിങ് എഫക്റ്റ് കിട്ടാനും നല്ലതാണ്. ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക കേട്ടോ. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അത് തൈരിൻ്റെ കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ച് എടുക്കുക. എന്നിട്ട് അതിൻ്റെ അകത്തേക്ക് ഒരു 2-3 തുള്ളി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക കേട്ടോ. ഒരു ബ്ലീച്ചിങ് ഏജൻ്റ് ആണെന്ന് അറിയാമല്ലോ. അപ്പോൾ നാരങ്ങ അലർജി ഉള്ളവരാണെന്നുണ്ടെങ്കിൽ എടുക്കണ്ട, അതുപോലെ തന്നെ നന്നായിട്ട് ഡ്രൈ സ്കിൻ ഉള്ളവരാണെന്നുണ്ടെങ്കിലും ഈ ഒരു നാരങ്ങ യൂസ് ചെയ്യണമെന്നില്ല കേട്ടോ. അതിന് ഈ തൈര് മാത്രം യൂസ് ചെയ്താൽ മതി. ഓക്കെ, ഇത് നന്നായിട്ട് മിക്സ് ചെയ്തൊരു പേസ്റ്റ് പരുവത്തിലാക്കിയെടുക്കാം. അതിനുശേഷം നമ്മുടെ ഫേസ് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുക കേട്ടോ. മേക്കപ്പ് ഒന്നും ഉണ്ടാവാൻ പാടില്ല.
പിന്നെ നമ്മൾ ഈ ഒരു പാക്ക് ഇട്ട് കൊടുക്കാം. ബ്രഷ് വെച്ചിട്ടോ കൈ വെച്ചിട്ടോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കഴുത്തിലും നമ്മുടെ ചെവിയിലും ഒക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത് കേട്ടോ. നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക. പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ ചെറിയ ഗ്രാനുൾസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വാഷ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാവും കേട്ടോ. ഫേസ് ഫുള്ളായിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഒരു 15 മിനിറ്റോളം വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമുക്ക് ചെറു ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ നോർമലായിട്ടുള്ള വാട്ടറിലോ വാഷ് ചെയ്ത് കളയാം. അടിപൊളി റിസൾട്ടാണ് കേട്ടോ.